നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? പ്രശ്നങ്ങൾ വരും. ജീവിതം എന്ന് വെച്ചാൽ ഒരു സ്ട്രഗിള്, ഒരു ഒരു എന്താ പറയുക, യുദ്ധമെന്ന് പറയുക അല്ലേ? സുഖവും ദുഃഖമൊക്കെ ഇടകലർന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാം. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വന്നാൽ എന്താ ചെയ്യണ്ടേ? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകണോ, അതോ നമ്മൾ എഴുന്നേറ്റ് അതിനെ അതിജീവിക്കണോ? പല തരത്തിൽ പ്രശ്നങ്ങൾ വരും അല്ലേ? നമ്മൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും, അയൽക്കാരായിട്ട് പ്രശ്നങ്ങൾ വരും, സുഹൃത്തുക്കളായിട്ട് പ്രശ്നങ്ങൾ വരും, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ വരും. അപ്പോഴൊക്കെ നമ്മൾ എങ്ങനെ അവയെ പരിഹരിക്കാം എന്ന് നോക്കാം. നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ അയൽപ്പക്കക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, നമ്മൾ സംയമനം പാലിക്കുക, ക്ഷമ കൈക്കൊള്ളുക, അടികൂടാൻ പോകരുത്. നമ്മൾ ചീത്ത സംസാരങ്ങൾ പാടില്ല. നമ്മുടെ മനസ്സിൽ ഇത്തിരി നേരം ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ ധ്യാനിച്ച് അങ്ങനെ ഇരുന്നാൽ ദേഷ്യമൊക്കെ ഇറങ്ങിപ്പോകും. പിന്നെ അവരെ കാണുമ്പോൾ നമ്മളൊന്ന് പുഞ്ചിരിക്കുക. ഒന്ന് ചിരിച്ചാൽ എത്ര ദേഷ്യമുള്ള ആളായാലും മുഖത്ത് നോക്കി ചിരിച്ചാൽ തിരിച്ച് ചിരിക്കും. ചിലപ്പോൾ പറയും, നീ എന്തിനാണ് നമുക്ക് ചിരിക്കണേന്ന് ചോദിക്കും. അപ്പോൾ വീണ്ടും ചിരിക്കുക, സംസാരിക്കുക. അപ്പോൾ അവരും കൂളായിത്തീരും. അങ്ങനെ പുഞ്ചിരി കൊണ്ട് പ്രശ്നങ്ങളെ മാറ്റാം. സുഹൃദ് ഭാഷണം കൊണ്ട് അല്ലെങ്കിൽ നല്ല സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ ദേഷ്യത്തിനെ തണുപ്പിക്കാം. കുറച്ച് നേരം മൗനമായിട്ടിരുന്ന് മനസ്സിലങ്ങനെ ചിന്തിച്ചാൽ, കുറച്ച് നേരം മിണ്ടാതെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാം. പിന്നെ ചെറിയ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട്, ഒരു സദ്യയോ ചെറിയൊരു സദ്യയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഗെറ്റ് ടുഗദർ ചെയ്തിട്ട് എല്ലാവരെയും വിളിച്ച്, നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരായ അവരെ പോലും വിളിക്കുക. നമ്മളോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരായാലും നമ്മളോട് വഴക്കുള്ള ആൾക്കാരായാലും എല്ലാവരെയും വിളിക്കണമെങ്കിൽ ഇത്തിരി വിഷമമുണ്ടാവും മനസ്സിലെങ്കിലും നമ്മൾ അവരെ വിളിക്കണം. വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിയുക. അപ്പോൾ വഴക്കൊക്കെ മാറും, പ്രശ്നങ്ങളെല്ലാം തീരും. അങ്ങനെ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് സാധിക്കും. ഇനി അസുഖം കൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ. അപ്പം നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണുക. പിന്നെ നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് ചിലപ്പോൾ ഒന്ന് പങ്കുവയ്ക്കുക. സുഹൃത്തുക്കളുമായിട്ടോ സ്വന്തക്കാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക. ഞാൻ മറ്റുള്ളവരെക്കാളും വലിയ ആളാണ് എന്നൊരിക്കലും വിചാരിക്കാതിരിക്കുക. അപ്പം തന്നെ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് നിങ്ങളുടെ ആവശ്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരെ എന്തെങ്കിലും ആവശ്യപ്പെടും, ആവശ്യങ്ങൾ ചോദിക്കും. അങ്ങനെ വരുമ്പോഴും പ്രശ്നങ്ങൾ തീരും. ഞാൻ ആരോടും ചോദിക്കില്ല, എനിക്ക് ആരുടെ ഒന്നും വേണ്ട എന്നങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് നമ്മൾ പൈസ ഉണ്ടായാലും എത്ര കഴിവുണ്ടായാലും നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നേടാൻ മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരും, എനിക്ക് ആരും വേണ്ട എന്ന് ചിന്തിച്ചാൽ നമ്മൾ വലിയ അഹങ്കാരികൾ. ഈ അഹങ്കാരം, അഹംഭാവം ഇതിനെ മാറ്റിക്കളയണം നമ്മൾ. അപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി തീർന്നു എന്നാ പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പുഞ്ചിരിയോടെ സംസാരിക്കുക. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുള്ളൂ കേട്ടോ. പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഏറ്റവും ആവശ്യം ഒന്ന് മിതമായ ഭാഷണം, കുറച്ച് നേരം സംസാരിക്കാതെ മനസ്സിനെ ധ്യാനിച്ചിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുക, എല്ലാവരോടും സ്നേഹത്തോടു കൂടി സംസാരിക്കുക, മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ അവർക്ക് തോന്നിപ്പിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗെറ്റ് ടുഗദറൊക്കെ കൂടുക. അപ്പോൾ ഇങ്ങനെ പറയും, സംഭോജനം, സംകഥനം, സംപ്രീതിശ്ച പരസ്പരം. സംഭോജനം, ഒരുമിച്ചിരുന്ന് ഭോജനം ചെയ്യുക. വലിയ സദ്യ ഒന്നും ഉണ്ടാക്കണ്ട, ജസ്റ്റ് ചെറിയ ഒരു ചായ ഉണ്ടാക്കിയാലും മതി, ഒരുമിച്ചിരുന്ന് കഴിക്കുക. സംഭോജനം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. സംകഥനം, ഒരുമിച്ചിരുന്ന് കഥനം ചെയ്യുക, സംസാരിക്കുക. നമ്മുടെ ഈ ഉള്ളിലുള്ള വഴക്കുകളെ വെച്ചിട്ട് പെരിപ്പിക്കരുത്. എന്തെങ്കിലും ചെറിയ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അതുപോലെ സംപ്രീതി, പ്രീതി ഉണ്ടാവുക, എല്ലാവരുമായിട്ട് ഇഷ്ടം ഉണ്ടാവുക.
ഇതാണ് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്നാൽ വിരോധ കഥാചന, ആരോടും വിരോധം നമ്മൾ ഒരിക്കലും വെച്ച് പുലർത്തരുത്. വിരോധം പാടില്ല. നമ്മളൊക്കെ ഇന്ന് കണ്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ അതാണ് നമുക്കുള്ള നേട്ടം. ഉള്ളിൽ വൈരാഗ്യം വയ്ക്കുന്തോറും നമ്മുടെ ടെൻഷൻ ഇങ്ങനെ കൂടി പ്രഷർ ഇങ്ങനെ കൂടി ജീവിതം നശിച്ചു പോകും. അപ്പോൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കലും ഒരുമിച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനും എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെടാനും അതുപോലെ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്കിട്ട് ചെറിയൊരു ഔട്ടിങ്, തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോവുക, എല്ലാവരും ഒരുമിച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ ഒന്ന് കാണുക, നല്ലതല്ലേ? അധികം ദൂരേക്കൊന്നും പോകണ്ട, നമ്മൾ തൊട്ടടുത്തുള്ള എവിടേക്കെങ്കിലും പോയാൽ മതി. അതുപോലെ നമ്മുടെ ബന്ധുക്കളുടെ ഗൃഹങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്കൊന്നൊരു വിസിറ്റ് ചെയ്യുക, അത് നല്ലതാണ്. അപ്പോൾ ആ ഒരു അകൽച്ച ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവും. നമുക്ക് സന്തോഷത്തിനല്ലേ, നമുക്ക് ജീവിതത്തിൽ സന്തോഷമല്ലേ ആവശ്യം. പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ അത് കാലം പരിഹരിച്ചോളും. കാലത്തിന് ഉണക്കാൻ പറ്റാത്ത ഒരു മുറിവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഏത് മുറിവായാലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഉണങ്ങും. അതുപോലെ മനുഷ്യ മനസ്സിലെയും മുറിവുകൾ കാലം കൊണ്ട് മാറിക്കിട്ടും. ഞങ്ങൾ കഴിഞ്ഞ തവണ കൊടൈക്കനാലിൽ പോയപ്പോൾ അവിടെ ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ, കോട നിറഞ്ഞ കൊടൈക്കനാലിൽ ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊക്കെ പോയി കണ്ടപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റായിരുന്നു മോയർ പോയിൻ്റ് എന്ന് പറയാം. മോയർ പോയിൻ്റ്, മോയർ എന്ന പേരുള്ള ഒരു സായിപ്പ് കുറേ നല്ല നല്ല വഴികൾ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട് 4 വഴി ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയണത്. അത് കാണിച്ചു തരാം കേട്ടോ. അറിയോ? 1929 ഒരു സായിപ്പ് ഇതുപോലെ ആക്കി റോഡ് ഉണ്ടാക്കിയത് അല്ലേ? അത് ശരി. ഏറ്റവും കൂടുതൽ നല്ല ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. അപ്പോൾ മഞ്ഞൂടി എടുക്കണം. മഞ്ഞാണോ അത്? അത് മേഘല്ലേ? അതെ. അപ്പോൾ ഇത് മോയർ പോയിന്റ് വാസ് ഏർലിയർ നോൺ ആസ് 4 മൈൽഡ് റോഡ്. എന്താർത്ഥം? 4 മൈൽ റോഡ്. നെയ്മഡ് മോയർ constructed the Goshen Road in 1929. This place offers amazing views of the valleys. നല്ല വ്യൂസ് ഉണ്ടാവുന്നു. ഓക്കെ. നോക്കിയിട്ട് അങ്ങോട്ട് റോഡുകൾ, ഒരു റോഡ് ഇവിടെ, ഒരു റോഡ് ഇവിടെ, അങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടായിരിക്കും അല്ലേ? 4 റോഡുണ്ട് അല്ലേ? നെയിം ഓഫ് ദ സ്കീം. അത് വ്യൂ പോയിന്റ് കാണാനായിട്ടേ ഉള്ള സ്ഥലം. ഇവിടെ നോക്കിയാലേ ഫോഗൊക്കെ കാണാം. അപ്പുറത്ത് കുഴിയിൽ അവിടെ പോയി അതിനെ കാണുള്ളൂ. ആ വേഗം പോത്ത് മുകളിലാകാശം, താഴെ മേഘം, അടിയിൽ ഇവിടെ മരം. ആ അതന്നെ മാമൂളോ.
ആ അവിടെ നന്നായിട്ട് കാണാമല്ലോ അല്ലേ? നോക്കേ ശരിക്കും മേഘാണല്ലേ? അതൊക്കെ എവിടെയാണോ? ഓക്കെ ഫുൾ ബ്ലൂ. ആ എന്ത് ഭംഗിയല്ലേ? ഫുൾ ബ്ലൂ, ആകാശം നീലാകാശം. ഈശ്വര, ആ കയറാം നമുക്ക് കയറാം. ഇതിൻ്റെ അപ്പുറത്തേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തേനി കമ്പൊക്കെയാണ്. അമ്മ താഴേക്ക് നോക്കണില്ല. നെയിം ഓഫ് ദ സ്കീം അത് വ്യൂ പോയിന്റ് കാണാനായിട്ടേ ഉള്ള അമ്മോ ഇവിടെ നോക്കിയാലേ ഫോഗൊക്കെ കാണാം. അപ്പുറത്ത് കുഴിയിൽ അവിടെ പോയി ഞാൻ കാണുള്ളൂ. ആ വേഗം പോത്ത് മോളിലാകാശം, താഴെ മേഘം, അടിയിൽ ഇവിടെ മരം. ആ അതന്നെ മാമൂളോ. ആ അവിടെ നന്നായിട്ട് കാണാമല്ലോ അല്ലേ? നോക്കേ ശരിക്കും മേഘാണല്ലേ? അതൊക്കെ എവിടെയാണോ? ഓക്കെ ഫുൾ ബ്ലൂ. ആ എന്ത് ഭംഗിയല്ലേ? ഫുൾ ബ്ലൂ, ആകാശം നീലാകാശം. ഈശ്വര, ആ കയറാം നമുക്ക് കയറാം. ഇതിൻ്റെ അപ്പുറത്തേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തേനി കമ്പൊക്കെയാണ്. അമ്മ താഴേക്ക് നോക്കണില്ല. തേനി കമ്പൊക്കെ അറിയോ? ആ ഒരു സായിപ്പ് ഇതുപോലെ ആക്കി റോഡ് ഉണ്ടാക്കിയതല്ലേ? അത് ശരി. ഏറ്റവും കൂടുതൽ നല്ല ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ. അപ്പോൾ മഞ്ഞൂടി എടുക്കണം. മഞ്ഞാണോ അത്? അത് മേഘല്ലേ? അതെ. അപ്പോൾ ഇത് സാറ് എത്ര കാലം ഇവിടെ ഇങ്ങനെ മോയർ പോയിന്റ് വാസ് ഏർലിയർ നോൺ ആസ് 4 മൈൽഡ് റോഡ്. എന്താർത്ഥം? 4 മൈൽ റോഡ്. മോയർ constructed the Goshen Road in 1929. This place offers amazing views of the valleys. നല്ല വ്യൂസ് ഉണ്ടാവുന്നു. ഓക്കെ.
നോക്കിയിട്ട് അങ്ങോട്ട് റോഡുകൾ ദേ ഒരു റോഡ് ഇവിടെ, ഒരു റോഡ് ഇവിടെ, അങ്ങോട്ടൊക്കെ റോഡ് ഉണ്ടായിരിക്കും അല്ലേ? 4 റോഡുണ്ട് അല്ലേ? ഞാനില്ല എന്ന് തോന്നണം കേട്ടോ. ஒரு வட்ட ஒளி வரல அந்த மாதிரி விடுகுது இது. ஃப்ரண்ட் கேமரா கொஞ்சம் जल्दी फोटो खींचो आया क्या ये ശരി ചാരി കണ്ട സമുദ്രം തോന്നൂലേ കണ്ടാല്? അങ്ങോട്ട് നോക്കി തോന്നുന്നു നമുക്ക് മേഘം കണ്ടാല് അല്ലേ? ഓ സൂപ്പർ. അയ്യോ ശരിക്കും ഇങ്ങനെ സമുദ്രം പോലെ തോന്നും അല്ലേ? ഇവിടുത്തെ സമുദ്രം ആ കോടയാണ്. അതെ നമുക്ക് തോന്നും മേഘാണോ? ചിലപ്പോ മേഘാവാ, മുകളിൽ ആകാശം മേഘായിരിക്കും. കറുത്ത മേഘമുണ്ട് ഇപ്പുറത്ത്, വെളുത്ത മേഘമുണ്ട്. ഇപ്പൊ കോട ഏതാണ്ട് പോയി, വെയിലായില്ലേ? ആ നല്ല ഭംഗി. പച്ച വെളുപ്പ് നീല, പച്ച വെളുപ്പ് നീല, അടിപൊളി അല്ലേ? സാരി കിട്ടണ്ട അധികം കേട്ടോ, നമുക്ക് പേടിയാ. ആ കുട്ടി പറഞ്ഞില്ല ഫോഗ് വരുന്നുണ്ട്. ഫോഗ് അടിയുന്ന പറയാം. ഫോഗ് എന്ന് വെച്ചാ ഒരു ക്ലൗഡിന്റെ അല്ലെങ്കിൽ മേഘത്തിന്റെ പഴയ ഏറ്റവും മുമ്പത്തെ ഒരു സ്റ്റേജ് ആണ്. എന്താണ് ഫോഗ് എന്ന് വെച്ചാൽ ക്ലൗഡിന്റെ ആദ്യത്തെ സ്റ്റേജ്. അത് ശരി. പതുക്കെ പതുക്കെ കോട വന്ന് ഇവാപറേഷൻ ചെയ്തിട്ട് ഒരു ഫോഗാവും. ഫോഗ് ആയിട്ടത് ക്ലൗഡാവും. അങ്ങനെയാണല്ലേ പോവാ നമുക്ക്. ഓക്കെ, യു ആർ കറക്റ്റ്. താങ്ക് യു ഡിയർ, താങ്ക് യു ഡിയർ. പിടിച്ചൊക്കെ പിടിച്ചിറങ്ങി, സൂക്ഷിച്ചിറങ്ങി. വിട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ വിട്ടുണ്ടേ. അവിടെ തുരുമ്പ് പിടിച്ച് വിട്ട് നമ്മമ്മയില്ല കേട്ടോ. അമ്മക്ക് പറഞ്ഞു ഓഫാക്കിയോളൂ.